Namaste, welcome back to my channel Pinchena. Easy ആയിട്ട് എൻട്രിയും എക്സിറ്റും അതേപോലെ റിവേഴ്സൽ പോയിന്റും സൈഡ് വേസും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടും നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയറിൽ ടോട്ടൽ 8 സ്ട്രാറ്റജി, നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ നമ്മൾ 2009 തുടങ്ങി ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ എത്തിയിരിക്കുന്നവരെ ടോട്ടൽ 8 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 സ്കാനറും. അപ്പോൾ ഇതിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം വർക്ക് ചെയ്യുന്ന രീതി ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നാച്ചുറൽ ഗ്യാസ് അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വന്ന് സ്കാൽപ്പിംഗ് ട്രേഡ്, അതായത് ചെറിയ പെട്ടെന്ന് തന്നെ നമുക്കൊരു എൻട്രിയും എക്സിറ്റും എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻറ്റ് ബൈ ട്രേഡ് തന്നെയാണ്. പക്ഷേ സ്കാൽപ്പിങ്ങിൽ നമുക്ക് മോർണിംഗിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ 50,500 നമുക്ക് കോൾ ഓപ്ഷൻ നമ്മൾ മോർണിംഗിൽ തന്നെ സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റ് നമ്മൾ ട്രേഡ് പിടിച്ചിരുന്നു. 255 മാർക്കറ്റ് നേരെ നമുക്ക് മാർക്കറ്റ് കയറി ഒരു 500 വരെ പോയിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രേക്ക്ഔട്ടിൽ നമ്മൾ കിട്ടിയ നമുക്ക് 500 ഓപ്ഷൻ നേരെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ടിൽ കയറി 507 വരെ നമുക്ക് പോയ ട്രേഡാണ്. അപ്പോൾ നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രേഡ് മോർണിംഗിൽ വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യണം നമ്മൾ ഗൈഡ് ചെയ്ത് തരാം. നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യാം. ഫ്രീ ലൈവ് ട്രേഡ് അല്ല, ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നത്തെ നാച്ചുറൽ ഗ്യാസ് തന്നെ ഫസ്റ്റ് കാണിച്ചിട്ട് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് നമുക്ക് ഇവിടെ മാറി ചേഞ്ച് ചെയ്യുന്ന കാണാൻ പറ്റും. അത് ഇപ്പോഴത്തെ റേറ്റ് ആണ്. അതേപോലെ തന്നെ റെഡ് കളർ സെല്ലും ഗ്രീൻ ബൈയും ആണ്. അപ്പോൾ ഇതിനകത്ത് സെല്ല് കൊടുത്തിരിക്കുന്നത് ടൈം മേളിൽ കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റ് ടാർഗറ്റുകൾ 3 എണ്ണം. അപ്പോൾ ഇതിൽ സെല്ല് ഇവിടെ വന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ കിട്ടിയില്ല. അതായത് സെല്ല് താഴെ റെഡ് വന്നതും ക്യാൻഡിൽ കളർ റെഡ് വന്നതും സപ്പോർട്ട് എടുത്ത് ഇവിടുന്നാണ് പ്രോപ്പർ ബ്രേക്ക്ഔട്ട് പോയിരിക്കുന്നത് ഇവിടുന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് താഴെ ഇറങ്ങിയിരിക്കുന്നത്. റീ എൻട്രി തന്നിട്ടുണ്ട്, 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ തന്നിട്ടേ ഇല്ല. അപ്പോൾ മോർണിംഗിൽ നമുക്ക് കിട്ടാത്തവർക്ക്, അതായത് നമുക്ക് എടുത്തിട്ട് അതായത് കൺഫർമേഷൻ ബ്രേക്ക് ചെയ്ത സമയത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക് പോകുന്ന പോർഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കൺഫർമേഷൻ ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ നമ്മൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ സോഫ്റ്റ് റീ എൻട്രി തരും, അല്ലെങ്കിൽ ആ പോർഷൻ പിടിച്ച് നമുക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. ഓക്കെ, വളരെ ഈസിയാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബൈ വരുമ്പോഴും ഇതേപോലെ കൺഫർമേഷൻ ഇവിടെ ബൈ വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് താഴെ അവിടെ ഗ്രീൻ വന്നപ്പോഴും ഇവിടെ ബ്ലൂ ക്യാൻഡിലാണ്. അപ്പോൾ കൺഫർമേഷൻ ബ്രേക്ക്ഔട്ട് ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. അവിടുന്ന് നല്ലൊരു ഹൈക്ക് നമുക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുൾ ബാക്ക് ഒന്ന് പിന്നെയും നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ ലാസ്റ്റത്തെ ആ ട്രേഡ് നല്ലൊരു ഹൈക്ക് പോയിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ തിരിഞ്ഞ് റെഡിൽ വന്ന് തിരിഞ്ഞ് കയറുന്ന പോർഷനിൽ നമുക്ക് ബ്രേക്ക്ഔട്ട് നെക്സ്റ്റ് ബ്രേക്ക്ഔട്ടാണ്. അവിടുന്ന് പുൾ ബാക്ക് കഴിഞ്ഞിട്ട് പിന്നെ കയറുന്ന പോർഷൻ നെക്സ്റ്റ് എൻട്രി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് പിന്നെ പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്കാൽപ്പിങ്ങും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ സ്കാൽപ്പിങ്ങിൽ 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മോർണിംഗിൽ ഒരു 11 o'clock മുമ്പും അതേപോലെ ക്ലോസിംഗ് ലെവലിൽ നമുക്ക് നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത പോർഷൻ ഇന്നലത്തെ കണ്ടിന്യൂവേഷൻ ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിനെ ബ്രേക്ക് ചെയ്ത് കയറി 50,614 നിന്ന് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് കോൾ ഓപ്ഷൻ 500 എടുത്ത് അത് ബ്രേക്ക് ചെയ്ത ലെവൽ 255 ആണ്. അതാണ് 507 വരെ നമുക്ക് പോയിരിക്കണം. നല്ലൊരു ഹൈക്കാണ്. അത് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് നമ്മൾ 11 മണിക്ക് എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ നമുക്ക് ആക്ച്വലി 700, 835 വരെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഹൈക്കാണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് സെല്ല് വന്നു, പിന്നെയും ബൈ വന്നു. പിന്നെ നമുക്ക് ലാസ്റ്റത്തെ 2 മണിക്ക് ശേഷം വന്ന ബ്രേക്ക്ഔട്ടിൽ അവിടുന്ന് നമുക്ക് ആക്ച്വലി 747 നേരെ കയറി ടോട്ടൽ 1491 വരെ ഒറ്റ കയറ്റമായിരുന്നു. ഒരൊറ്റ അടിച്ച് കയറി നമുക്ക് ബ്രേക്ക് പോയി. ഇത് 5 മിനിറ്റ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടുന്ന് ബൈ പോയിട്ട് സെല്ല് തിരിച്ചു വന്നിട്ടും കൺഫേം ആയത് പിന്നെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ആ കയറ്റം കയറിയത് നല്ലൊരു ഹൈക്കാണ്. അത് 2 മണിക്ക് ശേഷം നമുക്ക് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.